ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴക്കൂട്ടം ചന്തവിള മെയിൻ റോഡിൽ നിന്ന് വെറും 750 മീറ്റർ മാത്രം ദൂരത്തിലാണ്. കൂടാതെ കഴക്കൂട്ടം ടെക്നോ പാർക്കിലേക്ക് ഒരു 5 കിലോമീറ്റർ എവിടെ ദൂരം. ഇവിടെ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് 4.25 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, കൂടാതെ വലിയൊരു ബാൽക്കണിയുള്ള 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 80 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ മുറ്റം മുഴുവനായിട്ട് ഇൻ്റർലോക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. അവിടെ ടൈൽ ക്ലാഡിംഗ് കാണാം. കൂടാതെ തന്നെ വലിയ ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലപ്പോത ഗ്രാനൈറ്റാണ്. മുകളിലെല്ലാം സിമ്പിളായിട്ടുള്ള സർഫസ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു വുഡൻ രീതിയിലുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഡബിൾ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കട്ടളയും കതക് നിർമ്മിച്ചിരിക്കുന്ന പ്ലാവിലാണ്. നല്ല രീതിയിലാണ് കതക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ലിവിങ് ഏരിയ നോക്കുവാണെങ്കിൽ സിമ്പിളായിട്ടും എലഗൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് നോക്കുവാണെങ്കിൽ പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ സർഫസ് ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പ്രൊഫൈൽ മാത്രമേ കൊടുത്തിരിക്കുന്നത്. ഓവർ ലൈറ്റിംഗ് ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. ഈ ഒരു ടി വി ഉണ്ട്. നല്ലൊരു കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് WBC പാനലാണ്. അതിന് മുകളിലായിട്ട് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഷെൽഫുകളാണ്. അതിനടിയിലായിട്ടും പോയിന്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടി വി കൊണ്ട് നോക്കുവാണെങ്കിൽ വലിയ ടി വി വയ്ക്കാൻ പറ്റിയൊരു ടി വി കൊണ്ട് തന്നെയാണ്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ സ്വിച്ച് ബോർഡെല്ലാം V-Guard എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് തീമിലുള്ള സ്വിച്ച് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഫോയറിലേക്ക് വരുന്നതാണ്. ആ ഫോയർ എന്നാണ് നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. ഈ ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള വലിയ ഡൈനിങ് ഏരിയ ആണ്. അതിൻ്റെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഓവർ ലൈറ്റിംഗ് ഒന്നുമില്ല. ഈ ഒരു ഫോയറിലായിട്ട് മാത്രമാണ് ഒരു സർഫസ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ബോക്സി ആയിട്ടുള്ള സർഫസ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓവർ ലൈറ്റിംഗ് അല്ല. ഇവിടെ ആയിട്ടും ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാഷ് ബേസിൻ ആണെങ്കിലും ടാപ്പ് ആണെങ്കിലും ജാഗ്വാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് WPC പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതിവിടെ മിറർ യൂണിറ്റും കൂടാതെ ലൈറ്റും ചെയ്ത് തരുന്നതാണ്. ഇനി നമുക്ക് നേരെ DBയിലേക്ക് വരാം. പുറമെ V-Guard ആണ്. അകമേ നോക്കുവാണെങ്കിൽ V-Guard തന്നെ കൊടുത്തിരിക്കുന്നത്. 3 ഫേസ് ആണ്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ നോക്കുവാണെങ്കിൽ ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. 3 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആർച്ച് പോലെ ചെയ്തിരിക്കുന്നത്. എല്ലാം മൾട്ടിവുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം പോയിന്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് WPC പാനൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ വരുന്ന ഓപ്പൺ കിച്ചണിലേക്കാണ്. ഈ ഒരു ഓപ്പൺ കിച്ചൺ നോക്കുവാണെങ്കിൽ ഫുള്ള് WPC ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് നോക്കുവാണെങ്കിൽ അപ്പർ ഗ്യാമറ്റെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കളർ തീം നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇല്ലെങ്കിൽ പ്രോ ലിഫ്റ്റ് കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നില്ല. അപ്പം നമുക്ക് ഈ ഭാഗത്തിന് 2 പ്രോ ലിഫ്റ്റ് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുവാണെങ്കിലും ഇവിടെ 3 എണ്ണമായി 4 എണ്ണം. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് യൂസ് ചെയ്യാം. അതാ ഈ ഒരു കബോർഡ്. ടോട്ടൽ ഈ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ 6 പ്രോ ലിഫ്റ്റ് മാത്രമായി ഇവിടെ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോ ലിഫ്റ്റ് കബോർഡ് മാത്രം 8 എണ്ണം ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കാഫിൻ്റെ ഹുഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും സോസർ യൂണിറ്റ് ആണെങ്കിലും എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്തായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് നമുക്ക് വെജിറ്റബിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഡ്രോയറും കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് കൂടാതെ തന്നെ താഴെയായിട്ട് ഇവിടെ ആയിട്ട് അതുപോലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോസർ യൂണിറ്റ് പ്ലേറ്റ്സ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടാതെ തന്നെ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഈ കാണുന്ന ഭാഗത്തായിട്ടും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ ആയിട്ടും അകത്തായിട്ടും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി ഇത് കൂടാതെ അപ്പർ ക്യാബിനറ്റ് എല്ലാം മുകളിൽ കാണാം. ഇവിടെ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ പുറത്താണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്തു തരുന്നതാണ്. ഇവിടെ ഒരു ഷീറ്റൊക്കെ ചെയ്തിട്ടാണ് വർക്ക് ചെയ്ത് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തും ഡോർ കൊടുത്തിട്ടുണ്ട്. കിണർ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലാപ്ടോപ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടില്ല. ഈ പ്രൊഫൈൽ ചാനൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. 3 ഡോറുള്ള വലിയ വാർഡ്രോബാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നല്ല നീറ്റായിട്ടുള്ള വലിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ള ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ നടുക്കായിട്ട് മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയാണ് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ ഡൈവർത്തൊക്കെ യൂസ് ചെയ്യുന്നത് എല്ലാം ജാഗ്വാർ എന്ന ബ്രാൻഡാണ്. കൂടാതെ തന്നെ ആ ഒരു സ്പൗട്ട് നോക്കുന്നത് എല്ലാം ജാഗ്വാറാണ്. ബാക്കി ക്ലോസറ്റ് നോക്കുവാണെങ്കിൽ കോസ എന്ന ബ്രാൻഡാണ്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് നോക്കുവാണെങ്കിൽ 11-10 സൈസ് റൂമാണ് വരുന്നത്. ആദ്യത്തെ റൂം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ റൂമാണ്.
പിന്നെ ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, വലിയൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ചാനൽ സർഫസ് ലൈറ്റും കൊടുത്ത് വാമായിട്ട് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കൂടാതെ തന്നെ ഇവിടെയും വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ ഫിറ്റിംഗ്സ് എല്ലാം ജാഗോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ജാഗോർ എന്ന ബ്രാൻഡ് തന്നെയാണ്. കൂടാതെ ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്, അതും ജാഗോറാണ്. സ്പൗട്ട് കൊടുത്തിട്ടുണ്ട്, അതും ജാഗോറാണ്. പിന്നെ വാഷ് ബേസിൻ കോസ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലെ കാഴ്ചകളിലേക്ക് പോകും. ബാക്കി 2 ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത്. അപ്സ്റ്റെയറിലേക്ക് വരുമ്പം ഈ ഒരു ഹാൻഡ് റൈൽസ് എല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ടഫൺ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ഒറ്റ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്, വലിയ ഗ്ലാസ്സാണ്. കൂടാതെ തന്നെ അതിനകത്തായിട്ട് പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ലൈറ്റ് വരും. ഇനി ഇതിൻ്റെ വീടിൻ്റെ ക്ലീനിങ് വർക്ക് ബാക്കിയുണ്ട്, അതെല്ലാം ചെയ്ത് നീറ്റാക്കി തരുന്നതാണ്. ബാക്കി കുറച്ച് ഫിറ്റിംഗ്സ് ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്ത് തരുന്നതാണ്. ഇവിടെ സ്റ്റെയർകേസിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ പാർട്ടീഷൻ കാണാം. മുകളിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെയാണ്. ഈ ഭാഗത്തെല്ലാം ആ ടഫൺ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തായിട്ട് പ്രൊഫൈൽ ചാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്, മുകളിലായിട്ട് അതിനകത്ത് പർഗോള കൊടുത്തിട്ടുണ്ട്, നല്ല ലൈറ്റിംഗ് കിട്ടുന്നുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ മുകളിലെ കാഴ്ചയിലേക്ക് വരും. അപ്പർ ലോഞ്ചിലേക്ക് വരും. ഇവിടെ അതുപോലെ തന്നെയാണ് പ്രൊഫൈൽ ചാനലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു അപ്പർ ലോഞ്ചാണ്, എന്നാലും സ്പേസ് ഉണ്ട്. ഇവിടെ TV കൊണ്ട് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തും അതുപോലെ ലെഫ്റ്റ് സൈഡിലും 2 ബെഡ്റൂമുകളാണ്. കൂടാതെ വലിയൊരു ബാൽക്കണിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബെഡ്റൂമിൽ പോയിട്ട് ബാൽക്കണിയിലേക്ക് പോകും. ഇതാണ് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെയാണ്. ഏകദേശം 11-12 സൈസുള്ള റൂമാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അത് 3 ഡോറുള്ള വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. നടുക്കായിട്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡാണ്. നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം ജാഗോർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ജാഗോർ തന്നെയാണ്. അത് നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഒരു ഫോയർ എന്നാണ് ഈ റൂമിലേക്ക് വരുന്നത്. ഈ റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിലും ഏകദേശം 11-10 സൈസുള്ള റൂമാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, 2 ഡോറുള്ള വാർഡ്രോബാണ്. ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്വിച്ച് ബോർഡൊക്കെ ഈ ഒരു വാർഡ്രോബിൻ്റെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഷ്റൂമിലേക്കുള്ള സ്വിച്ച് ബോർഡാണ് അത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതല്ല അതുപോലെ തന്നെയാണ്, ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ്. ജാഗോർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ എക്സോസ്റ്റ് ഫാനിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ചെയ്തു തരുന്നതാണ്. ഇത് വലിയൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. ഈ അപ്പർ ലോഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ്, ഈ ഒരു ഭാഗത്തേക്കാണ് ബാൽക്കണി വരുന്നത്. ആ ഒരു ഭാഗത്തേക്ക് ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് റൂഫ് ടോപ്പ് ചെയ്ത് വരുന്നുണ്ട്. അവിടെയും വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഒരു വലിയ ബാൽക്കണിയിലേക്ക് വരാം. അത്രയും വിശാലമായി കിടക്കുന്ന ഒരു ബാൽക്കണിയാണ്. ഇവിടെ എല്ലാം ടൈൽ ചെയ്തിട്ടുണ്ട്, അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്, വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. എല്ലാം ടഫൺ ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റാകെ കാണാം. മൊത്തത്തിൽ ടഫൺ ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റൈൻലെസ് സ്റ്റീൽ 304 യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി 4.25 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും ഇവിടെ ഇത്രയും വിശാലമായിട്ടുള്ള ബാൽക്കണിയുള്ള ഒരു ഓപ്പൺ ടെറസുള്ള ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 80 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദൂരം പറഞ്ഞല്ലോ, കഴക്കൂട്ടം ചന്തവിള മെയിൻ റോഡിൽ നിന്നും 750 മീറ്റർ ദൂരം. കൂടാതെ കാര്യവട്ടത്തേക്ക് പോകാനുള്ള അടുത്ത റോഡ് വരുന്നത്. കൂടെ കഴക്കൂട്ടം ടെക്നോ പാർക്കിലേക്ക് 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.